ഞങ്ങളുടെ മോള് കൃഷ്ണപ്രിയയുടെ കല്യാണമാണ്. അവളെപ്പറ്റി പറയുകയാണെങ്കിൽ കുഞ്ഞിലെ യാതൊരു വഴക്കുണ്ടാക്കാത്ത കുട്ടിയായിരുന്നു. എനിക്കൊരു ശല്യം ഉണ്ടാക്കാതെ വഴക്കൊന്നുമില്ലാതെ കളിച്ചു കിടന്ന ഒരു വഴക്കുമില്ലായിരുന്നു കുഞ്ഞിലെയൊക്കെ. കൃഷ്ണപ്രിയ കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. ക്രിസ്തു ജയന്തി കോളേജ് ബാംഗ്ലൂരിലാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. മോന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. PWC ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. തലശ്ശേരിയാണ് വീട്, കണ്ണൂർ. സതീശൻ നമ്പ്യാരുടെയും നിഷയുടെയും മകനാണ്. ഒരുപാട് പരിചയമില്ലെങ്കിൽ പോലും നല്ല കുട്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ഇളയ മോള് കീർത്തന LLB കഴിഞ്ഞിപ്പോൾ എൻറോൾ ചെയ്തു. ശാന്തിനെ പറ്റി പറയുകയെന്ന് പറയുമ്പം എൻ്റെ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. കുറച്ചും കൂടി ആൾ സൈലൻ്റ് ആണ്, ഞാനാ കുറച്ചും കൂടി ബബ്ലി എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു കോംബോ വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും ടാൻട്രംസ് ഒക്കെ ഇറക്കുകയാണെങ്കിൽ അതിനെ കറക്റ്റായിട്ട് അതിനെ മെലോ ഡൗൺ ചെയ്ത് പോകാൻ പുള്ളിക്കറിയാം. അപ്പോൾ ഇപ്പം കല്യാണം കഴിക്കുന്നെങ്കിൽ എനിക്കങ്ങനെ ഭയങ്കര ട്രാൻസിഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് മോർ ലൈക്ക് എ ഫ്രണ്ട് കമ്മിങ് ആൻഡ് ജോയിനിങ് മീ, ദാറ്റ്സ് ഇറ്റ്. ആളും ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡാണ്. അപ്പം ഏത് സിറ്റുവേഷൻ വരുമ്പോഴും എന്നെ കറക്റ്റായിട്ട്, ഞാനിപ്പോൾ ടാൻട്രംസ് ഇറക്കിയാലും പുള്ളി ഭയങ്കര ഇറിറ്റേറ്റഡ് ആവത്തില്ല. അപ്പം അതാ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ. എൻ്റെ പേര് കീർത്തന, ഞാൻ കൃഷ്ണപ്രിയയുടെ അനിയത്തിയാണ്. ചേച്ചിയെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു 7 years ഡിഫറൻസ് ഉണ്ടെങ്കിലും കൂടുതൽ ഫ്രണ്ട്സ് പോലെയായിരുന്നു. പണ്ട് ചെറിയ കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം ഭയങ്കര വഴക്കും അടിയൊക്കെ ആയിരുന്നെങ്കിലും ചേച്ചി പിന്നെ കോളേജിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി മിസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ
കൂടുതൽ ഫ്രണ്ട്സ് എന്നുള്ളൊരു രീതിയിലായി. പിന്നെ ഇപ്പോൾ ചേച്ചി കല്യാണം കഴിച്ച് പോവാന്ന് അങ്ങനെ ഒരു ഫീലൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആള് ഭയങ്കര ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര കൈൻഡായിട്ടുള്ളൊരു ആളാണ്. പൊതുവെ നമ്മുടെ വീട്ടിൽ മാത്രമല്ല അല്ലാതെ എല്ലാവരോടും നല്ല സ്വീറ്റായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടെ എനിക്ക് അവരുടെ കൂടെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ അധികം കിട്ടിയിട്ടില്ലെങ്കിലും ഇനിയും ഭാവിയിൽ കിട്ടും എന്ന് ഉറപ്പാണ്. പക്ഷെ ഇപ്പോൾ കിട്ടിയ സമയം കൊണ്ട് ചേട്ടനും വളരെ നല്ല ഒരു ചേച്ചിക്ക് പറ്റിയ ഒരാളാണെന്ന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഐ വിഷ് ദം ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ദീപം ജ്വലിക്ക കോലം എഴുതി മംഗള വാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலியில் கண்ணுக்கு நிறைஞ்ச கல்யாணம் செல்ல கிளி தானும் நிலவே நாணம் கொண்டாளே முல்லை கமழ்வது போலே தெய்வீக பந்தம் காணும் தீபம் ஜ்வலிக்க கோலம் எழுதி மங்கள வாழ்த்து சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே. വാനമഴയെ പാതിമരമേ തേടുമരികാരെ ജാലമേ നീ ചാരമിഴിയെ കാരമൊഴിയെ കാതിലിനിയാരെ ഗാനമേ നീ ഇരുതാരങ്ങൾ അരികെ അറിയാതൊരു നേരം ഉരുവാകും ഒരു ദ്വീപിലൊരു പയനമേ. ഏഴു നിറമേകും മാനം നാമിട തീർത്തൊരു മായാലോകം പൂനിലവ് കവരും തീരം നാം അറിയുന്നവിടെ മോതിര കയ്യിൽ കോരിടാം ചന്ദ്രനെ ഹൃദയം തിരികെ
തിരിറാന്തരണിഞ്ഞൊരു സാഗരമേ താരപദമാകെ പ്രേമമഴയായി പായ്ത്തോണിയിൽ നാമും ഒന്നായി തേടിയെത്തി തീരമേ. ഏഴുനിറമേകും മാനം നാമിഴ തീർത്തൊരു മായാലോകം. പൂനിലവ് കവരും തീരം നാമലിയുന്നവിടെ. മോതിരക്കൈയിൽ കോരിടാം ചന്ദ്രനെ ഹൃദയത്തിലെ സാമഗമം പറന്നു പറന്നുയരേ.